ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കീഴിൽ വരുന്ന CDS എക്സാമിനെ പറ്റിയിട്ട് സംസാരിച്ചിരുന്നു. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമായ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിലേക്കുള്ള ഒരു എൻട്രി സ്കീമിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കീഴിൽ വരുന്ന UPSCയുടെ NDA എക്സാമിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. CDS എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ ഓഫ് എക്സാമിനേഷൻ ആണ്. NDA എന്ന് പറയുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള +2 ലെവൽ ഓഫ് എൻട്രി സ്കീമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ എഴുതി പാസ്സാവുന്നവർക്ക് ഡിഗ്രി എന്താണ് ഇന്ത്യൻ മിലിറ്ററിയുടെ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ കീഴിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. അപ്പോൾ അവരുടെ അക്കാഡമിയിൽ നിർത്തി നിങ്ങൾക്ക് ഡിഗ്രി പ്ലസ് നിങ്ങളുടെ ട്രെയിനിങ് ഈ ഒരു ഇന്ത്യൻ ആംഡ് ഫോഴ്സസിലേക്കുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ UPSCയുടെ NDAയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വരുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കീഴിൽ വരുന്ന നാഷണൽ ഡിഫൻസ് അക്കാഡമി ഓർ നേവൽ അക്കാഡമിയിലേക്കുള്ള എൻട്രൻസ് സ്കീമാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സാമിനേഷന് ടോട്ടൽ 406 വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 406 വാക്കൻസി. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അയക്കാനുള്ളത്. upsc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി വേണം അയക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മറ്റതും നമ്മുടെ CDS എക്സാമിനേഷനും ഇതേ വെബ്സൈറ്റിൽ കയറി തന്നെ, രണ്ടും ഇപ്പോൾ ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. ഡിഗ്രി ഉള്ളവർ എന്ത് ചെയ്യുക, CDS എക്സാം കൊടുക്കുക. നമ്മുടെ +2 ലെവൽ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് എന്ത് കൊടുക്കാം, UPSCയുടെ ഈ ഒരു NDA എക്സാമിനേഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എക്സാം ഡേറ്റ് ഇപ്പോഴേ കൊടുത്തിട്ടുണ്ട്, സെപ്റ്റംബറിലാണ് വരുന്നത്. രണ്ടിൻ്റെയും, അതായത് NDAയുടെയും CDSന്റെ എക്സാം വരുന്നത് സെപ്റ്റംബർ 14 ആണെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് 28 മെയ്ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 17 ജൂൺ വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത് കേട്ടോ. ജൂൺ 17 വരെ നിങ്ങൾക്ക് സമയമുള്ളൂ. അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 17 ജൂണിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ഡേറ്റ് സെപ്റ്റംബറിലാണ് വരുന്നത്. ഓക്കെ, ഡേറ്റ് സെപ്റ്റംബറിൽ, ഒക്ടോബറിൽ റിസൾട്ടും വരും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇനി ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഏത് കാറ്റഗറി? നമ്മൾ പറഞ്ഞു +2 ലെവൽ എൻട്രി സ്കീമാണ് വരുന്നത്. +2 തന്നെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NDA ആർമിയിലേക്ക്, അതായത് ആംഡ് ഫോഴ്സസിലേക്കാണ് റിക്രൂട്ട്മെന്റ് വരുന്നത്. ആർമി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്, നേവി ഉണ്ട് അല്ലേ. അല്ല, ആർമിയിലേക്ക് 208 വാക്കൻസിയാണ് വരുന്നത്. എങ്ങനെയാണ്? 12th ക്ലാസ് പാസ് 12th ക്ലാസ് പാസ് കഴിഞ്ഞ ഏത് സ്ട്രീമിൽ, അതായത് ഇപ്പം കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും സയൻസ് എടുത്തവർക്കായാലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് NDA ആർമി പോസ്റ്റിലേക്ക്. അതേസമയം നേവി, എയർഫോഴ്സ്, അതുപോലെ തന്നെ എയർഫോഴ്സിൽ തന്നെ ഗ്രൗണ്ട് ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ, നേവൽ അക്കാഡമി, ഇതിലൊക്കെ എന്ത് വേണം നിങ്ങൾക്ക്, +2 PCM പഠിച്ചിട്ടുണ്ടായിരിക്കും. PCM എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ച, അതായത് സയൻസ് സ്ട്രീം പഠിച്ചവരായിരിക്കണം എന്നുള്ളൊരു സാരമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഏത് സ്ട്രീമാണോ കുഴപ്പമില്ലാത്തത് ആർമിയിൽ മാത്രമാണ്. എയർഫോഴ്സിലും നേവിയിലും എന്താണ് ഈ പറയുന്നത്, 12th ക്ലാസ് നിങ്ങൾ എന്തിൽ തന്നെ ചെയ്തിരിക്കണം, നിങ്ങളുടെ ബയോളജി, സയൻസ് അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ചെയ്തവരായിരിക്കണം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അതിൻ്റെ വാക്കൻസി അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് നോൺ ടെക്നിക്കലിലേക്ക് ആണെങ്കിൽ 10 വാക്കൻസി, ഗ്രൗണ്ട് ടെക്നിക്കലാണെങ്കിൽ നമ്മുടെ 18 വാക്കൻസി, ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് 92 വാക്കൻസി, നേവിയിലേക്ക് 42 വാക്കൻസി, നേവൽ അക്കാഡമിയിലേക്ക് +2 കാഡറ്റ് എൻട്രി ആണ്, അതായത് NCC കാഡറ്റ് എൻട്രി ആണ് വരുന്നത്. അവർക്ക് എത്രയാണ്, 36 വാക്കൻസിയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫീസ് വരുന്നത് ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 100 rupees ആണ് കേട്ടോ, 100 രൂപയാണ് വരുന്നത്. ബാക്കി SC ST വിമൺ കാൻഡിഡേറ്റ്സിനൊന്നും എന്ത് ചെയ്യേണ്ട, എന്ത് ചെയ്യേണ്ട, ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. എക്സെപ്റ്റഡ് ആണ്, വിമണിനൊന്നും ഫീസ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള പോസ്റ്റ് ആണെന്നുള്ള കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കോളാം. ഇവിടെ വരുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലെ ആർമിയിലേക്ക് 208 വാക്കൻസി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 10 ഫീമെയിൽസിനാണ് കേട്ടോ. 10 ഫീമെയിൽ കാൻഡിഡേറ്റ് വാക്കൻസിയാണ് വരുന്നത്. 10 ഫീമെയിൽ കാൻഡിഡേറ്റ് വാക്കൻസിയാണ്. നേവിയിലേക്ക് വരുന്നത് 42 വാക്കൻസിയാണ് മൊത്തത്തിൽ വരുന്നത്. അതിൽ 5 ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ്, 5 വാക്കൻസി ഫീമെയിൽസിനാണ് വരുന്നത്. ഓക്കെ, എയർഫോഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലൈയിങ് ബ്രാഞ്ച് ഉണ്ട്, ഗ്രൗണ്ട് ഡ്യൂട്ടി ബ്രാഞ്ച് ടെക്നിക്കലും ഉണ്ട്, നോൺ ടെക്നിക്കലും ഉണ്ട്. അങ്ങനെ 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കും പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ ടെക്നിക്കലായിട്ടും നോൺ ടെക്നിക്കലുമായിട്ടും തിരിച്ചിട്ടുണ്ട്. അതിൽ നോക്കിക്കോളുക, ഫ്ലൈയിങ് ബ്രാഞ്ച് 92 വാക്കൻസിയിൽ 2 വാക്കൻസി ഫീമെയിൽസിനാണ്. ഗ്രൗണ്ട് ഡ്യൂട്ടി കാരണം പ്രോബബ്ലി ഇതിന് എന്താണ് ഫീമെയിൽ വാക്കൻസി എന്ത് ചെയ്യുന്നത്, കുറഞ്ഞേ വരത്തുള്ളൂ. അത് അങ്ങനെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഡിഫൻസ് അക്കാഡമി ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോഴാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം NDAക്ക് കയറിയവരുടെ ലിസ്റ്റ് ഔട്ട്, റിസൾട്ട് ഡിക്ലറേഷനൊക്കെ വന്നത്. നിങ്ങൾ ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എത്രയോ ഫീമെയിൽസ് അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പാസ്സായെന്നുള്ളൊരു കാര്യമൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ അവിടെ നിന്നിട്ട് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് മിലിറ്ററിയുടെ ഭാഗമായിട്ട് നിന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ജോലി നല്ലൊരു ജോലിയാണ്. അപ്പോൾ ഗ്രൗണ്ട് ഡ്യൂട്ടി വരുന്നത് 18 വാക്കൻസിയാണ് ടെക്നിക്കൽ ബ്രാഞ്ചിൽ വരുന്നത്. അതിൽ 2 വാക്കൻസിയാണ് ഫീമെയിലിന് കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ, അതായത് നോൺ ടെക്നിക്കൽ സബ്ജക്റ്റ് ആണോ പഠിക്കാൻ ആഗ്രഹം, അവർക്ക് വരുന്നത് 10 വാക്കൻസിയാണ്. അതെന്ന് പറയുമ്പോൾ 2 വാക്കൻസിയാണ് ഫീമെയിലിന് വരുന്നത്. പിന്നെ വരുന്ന 10+2 കേഡറ്റ് എൻട്രി സ്കീമിൽ
36 വാക്കൻസിയിൽ 4 എണ്ണം ഫീമെയിൽസിനാണ്. 36 വാക്കൻസി വന്നതിൽ 4 എണ്ണം ഫീമെയിൽസ്. അങ്ങനെ മെന്നിൻ്റെയും ഫീമെയിലിൻ്റെയും കൃത്യമായിട്ടുള്ള വാക്കൻസി അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം അപ്ലൈ ചെയ്യാൻ. ഏതിലേക്കാണ് നിങ്ങൾക്ക് ചാൻസ് ഉള്ളതെന്ന് നോക്കി വേണം അപ്ലൈ ചെയ്യാൻ. ടോട്ടൽ 406 ആണെങ്കിലും ഓരോ സ്കീമിൽ ആർമിയിലാണോ നേവിയിലാണോ എയർഫോഴ്സിലാണോ പോവേണ്ടത്, അതിൽ എത്ര വാക്കൻസി ഉണ്ടെന്ന് മനസ്സിലാക്കി വേണം അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് എന്തൊക്കെയാണ്? എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ ഈ ഒരു റിട്ടൺ എക്സാമിനേഷൻ, ഒരൊറ്റ എക്സാമിനേഷനാണ് വരുന്നത്. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ SSBയുടെ ഇൻ്റർവ്യൂ ആണ്. അതാണ് ഏറ്റവും വലിയ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻ്റർവ്യൂ ആണ് കുറച്ച് എന്ത് ചെയ്യുന്നത് അവർ കടുപ്പിക്കുന്നത്. കാരണം ഇൻ്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. ഒരാളുടെ സ്വന്തമായിട്ടുള്ള ആ ഒരു ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അവരുടെ സ്വന്തമായിട്ടുള്ള പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വെച്ചിട്ട് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജയിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് സർവീസസ് സെലക്ഷൻ ബോർഡ് നടത്തുന്ന SSB ഇൻ്റർവ്യൂ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ ടെസ്റ്റ്, നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഏജ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും 16.5 വയസ്സ് തൊട്ട് 19.5 വയസ്സ് വരെയാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, അവർ കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കാം നമുക്ക്. ഓൺലി അൺമാരീഡ് മെയിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ബോൺ നോട്ട് ഇയർലി ദാൻ 1 ജനുവരി 2007 നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഇതിൻ്റെ ഇടയിലാണോ എന്ന് നോക്കിക്കോളാം. 1 ജനുവരി 2007 1 ജനുവരി 2010 ഇടയിലുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓൺലി അൺമാരീഡ് മെയിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇത്തവണ എന്താണ്, കുഞ്ഞു കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്തിരിക്കുന്നവർ. അവർ ഡേറ്റ് ഓഫ് ബർത്തിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ കൃത്യമായിട്ട് തന്നെ നോക്കിക്കോളൂ. അപ്പോൾ 1 ജനുവരി 2007 1 ജനുവരി 2010 ഇടയിലാണ് നിങ്ങളുടെ ബർത്ത്ഡേ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട്, അതായത് ആദ്യമായിട്ട് വരുന്നത് റിട്ടൺ എക്സാമിനേഷൻ. അത് ക്വാളിഫൈ ആവാൻ എന്തൊക്കെ പഠിക്കണം? ഫസ്റ്റ് ഒരു പേപ്പർ 1 ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഒരു പാർട്ട് 2 എന്ന് പറഞ്ഞ് പാർട്ട് 2, അതായത് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 എന്ന് പറയുന്നത് മാത്സ് ആണ്. മാത്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. മാത്സിന് എത്രയാണ്, 2.5 മണിക്കൂർ തരും. 300 ക്വസ്റ്റ്യൻ, 300 മാർക്കിനായിരിക്കും വരുന്നത്. 300 മാർക്ക് ആയിരിക്കും വരുന്നത്. പാർട്ട് 2 എന്ന് പറയുന്നത് എന്താണ്, പേപ്പർ 2 എന്ന് പറഞ്ഞാൽ പാർട്ട് എയും ഉണ്ട് ബിയും ഉണ്ട്. എയിൽ എന്താണ്, ഇംഗ്ലീഷും, ബിയിൽ എന്താണ്, GKയും സയൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകളായിരിക്കും. അതിന് എന്താണ് പറയുന്നത്, ജനറൽ എബിലിറ്റി ടെസ്റ്റാണ്. ആകെ 2 പേപ്പറാണ് വരുന്നത്. ഒന്ന് മാത്സും പിന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റും ആണ്. ഈ ജനറൽ എബിലിറ്റി ടെസ്റ്റിനകത്ത് എന്തൊക്കെ കയറി വരും, ഇംഗ്ലീഷും വരും, GKയും വരും. ഇംഗ്ലീഷും GK ആണ് വരുന്നത്. അങ്ങനെ എത്ര മാർക്കാണ്, 2.5 മണിക്കൂർ 600 മാർക്ക്. അങ്ങനെ മൊത്തം 900 മാർക്ക് നിങ്ങൾ എന്തിനാണ് വാങ്ങിക്കേണ്ടത്, റിട്ടൺ എക്സാമിനേഷൻ എഴുതിയാണ് എടുക്കേണ്ടത്. 900 മാർക്സ് നിങ്ങൾക്ക് റിട്ടണിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ നിന്ന് 900 മാർക്സുമാണ്. ഇൻ്റർവ്യൂവിൽ ഒരു 900 മാർക്സ് ഇൻ്റർവ്യൂവിൽ. അങ്ങനെയാണ് നിങ്ങളുടെ മാർക്കിങ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ റിട്ടൺ എക്സാമിനേഷനാണ് ഫസ്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ +2 പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ +2 ആ ഒരു ക്വസ്റ്റ്യൻ രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകം ക്ലാസ്സസ് ഒന്നും ആരും പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, ഒരു ബുക്കൊക്കെ മേടിച്ച് വെച്ച് ക്വസ്റ്റ്യൻ ബാങ്കൊക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കുക. അഫ്കാറ്റിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കൊക്കെ പ്രിപ്പയർ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി ആ ടോപ്പിക്സുകൾ കവർ ചെയ്യാനായിട്ട് ഏറ്റവും നന്നായിട്ട് ശ്രമിക്കുക. നല്ലൊരു വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. എന്ത് ചെയ്യുക, സീരിയസ് ആയിട്ട് കണ്ട്. അപ്പം ഇതിപ്പോൾ എന്താണ്, NDAയുടേതാണ് അല്ലേ, അഫ്കാറ്റിൻ്റെ ഉണ്ട്, NDAയുടെ ഉണ്ട്, CDSൻ്റെ എക്സാമും ഇപ്പോൾ എന്താണ് നിലവിൽ ഇങ്ങനെ റണ്ണിങ് ആണ് അല്ലേ. 3 എക്സാംസ് പാരലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 3 എക്സാംസിന് ഒരുപോലെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരേ ടൈപ്പ് ഓഫ് സിലബസ് ആണ് എല്ലാത്തിലും വരുന്നത്. അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ കവർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ഓക്കെ, ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇൻ്റർവ്യൂയുടെ കാര്യം പിന്നെ നോക്കിയാൽ മതി. ആദ്യം ഈ ഒരു റിട്ടൺ എക്സാമിനേഷൻ ക്വാളിഫൈ ആവാനാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ വരുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. മടിച്ച് നിൽക്കരുത്. കാരണം ടൈമും വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. കാരണം നിങ്ങളുടെ ഏജ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ഏജ് ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. റിലാക്സേഷനും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഒരു ലിമിറ്റഡ് ഏജിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാമൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഈ ഒരു 3 എക്സാം ആയാലും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇതിൻ്റെ ലിങ്കും PDF ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിലോ അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.